രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ തുടങ്ങാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ആസ് യൂഷ്വൽ പാലെടുത്ത് ചായക്ക് വയ്ക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചായ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷേ എങ്കിലും രാവിലെ ആകുമ്പം ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ഒന്നും ചെയ്യാനുള്ളൊരു മനസ്സ് വരത്തില്ല, മടി പിടിക്കും പെട്ടെന്ന്. പിന്നെ വൈകിട്ടത്തെ ചായ കുടി ഞാനങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴും മാത്രമാണ് ഇപ്പം ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ പതുക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ സിപ്പ് ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഓർക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തലേദിവസത്തെ കറികളും അതും ഇതുമൊക്കെ എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കണം. അങ്ങനെ ഇന്ന് തോരന് ക്യാരറ്റും പയറും കൂടി ഇട്ടിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ ഈ ഒരു ഇരിപ്പ് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താണ് ഓർത്തുകൊണ്ടിരുന്നതെന്ന്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഞാനിത് ഓർത്തുകൊണ്ടിരുന്നത്, എന്തോ രൂക്ഷമായിട്ട് നോക്കിയിരിക്കുന്ന പോലെ അല്ലേ. പിന്നെ ഞാൻ തോരനുള്ള അരിഞ്ഞു കേട്ടോ. ഇന്ന് പയറും ക്യാരറ്റും കൂടിയുള്ള തോരനാണ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ. അപ്പോൾ അതുകൊണ്ടാണ് പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫിഷ് കട്ടറിനാണ് അരിയുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ഷടയപ്പടയെന്ന് പറഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ പയറരിഞ്ഞതിന് ശേഷം ക്യാരറ്റ് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കുഴഞ്ഞു. പിന്നെ ഞാനൊന്ന് വിചാരിച്ചു കസേര അവിടെ ചുമ്മാ കിടക്കല്ലേ, എന്നതങ്ങ് ഇരുന്നുകൊണ്ട് അരിയാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിലെ നിതീഷിന് കാപ്പി പിന്നെ കൊണ്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ വന്നിട്ട് തോരനുണ്ടാക്കി കേട്ടോ. അപ്പോഴത്തേക്കും നേരമൊക്കെ വെളുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ചമ്മന്തി ഇടയ്ക്കൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തി, പിന്നെ ഇനിയിപ്പം ഞാൻ മീൻ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തേങ്ങ അരച്ച് കറി വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അതിനുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പീസ് ചെറിയുള്ളി എന്നിവ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻകറി വെക്കുമ്പം ഉണക്ക മാങ്ങ നമ്മളിവിടെ പിടിച്ച മാങ്ങ നമ്മൾ കുറച്ച് ഉണക്കി വെക്കും കേട്ടോ. അപ്പോൾ ഉണക്ക മാങ്ങയിട്ടാണ് ഇപ്പോൾ കറി വയ്ക്കുന്നത്. ഉണക്ക മാങ്ങ, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, പിന്നെ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ മീനിടും കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചത് നമ്മുടെ വീട്ടിൽ പിടിച്ച പഴമാണ്. ചെറിയൊരു കൊലയായിരുന്നു. അപ്പോൾ അതിൻ്റെ പഴമാണ് കേട്ടോ. ഇവിടെ പഴത്തിന് ഭയങ്കര ചിലവാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ചോറ് പാക്ക് ചെയ്യാണ്. ചമ്മന്തി, തോരൻ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന്. ഇവർക്കിപ്പം നോൺ വെജിൽ മുട്ട അലൗഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊരിച്ചത് ചിലപ്പോഴൊക്കെ ഞാനിപ്പോൾ കൊടുത്തു വിടാറുണ്ട്. അപ്പോൾ ഇന്ന് മുട്ട പൊരിച്ചത് കൊടുത്തു വിടുന്നില്ല. രാവിലെ പുഴുങ്ങിയ മുട്ട കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പോൾ ഡെയിലി ഓരോ മുട്ട വീതം ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിള്ളേരെ റെഡിയാക്കാണ്. രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഇപ്പോൾ. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഒന്ന് എടുത്ത് വെക്കണം എന്നൊക്കെ, പക്ഷേ പറ്റാറില്ല. പക്ഷെ ഇന്ന് എന്തായാലും കുറച്ച് നേരത്തെ എല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം എടുക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ആദ്യം റെഡിയാക്കിയതിന് ശേഷം ദേവൂട്ടിനെ റെഡിയാക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ദേവൂട്ടി ആ കൂട്ടത്തിൽ തന്നെ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവൂട്ടി പാലൊക്കെ കുടിക്കുന്നത് ഭയങ്കര ശോകമാണ്. സിപ്പ് ചെയ്ത് ഒറ്റയടിക്കൊന്നും ആൾ കുടിക്കത്തില്ല. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നതും കഴിക്കുന്നതെല്ലാം ദേവശ്രീ ഭയങ്കര സ്ലോലിയാണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ കുഞ്ഞല്ലേ. അവരെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഫുഡൊക്കെ വാരി കൊടുക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഭയങ്കര കഥയാണ് കേട്ടോ. സ്കൂളിലെ കഥ, പിന്നെ ഇവർക്ക് പീരിയോഡിക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കഥകളും എല്ലാം പറഞ്ഞ് അങ്ങനെ അവർ പോയി ഇതിന് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുളിക്കാം. നിതീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ ക്രീമിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വില്ലേജിലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ എണ്ണയൊക്കെ തലയിൽ തേച്ചിട്ട് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഒരു ട്രിപ്പ് തുണി ഓൾറെഡി ഞാൻ കഴുകി മാറ്റിയതാണ്. അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അവിടെ നിന്ന് നട്ടപ്ര ഇടത്ത് നിന്ന് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് പിന്നെ അകത്ത് കയറി കേട്ടോ. വികത്ത് കുളിച്ച് അകത്ത് കയറി. ഇനിയിപ്പോൾ കുളിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് മമാ എർത്തിൻ്റെ ഹൈഡ്രേറ്റിംഗ് ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ തന്നെയാണ് ഞാൻ ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്തത്. മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഞാൻ ഇതാണ് എടുത്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോൺ സ്റ്റിക്കിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു.
പിന്നെ എനിക്കിത് ചേച്ചി തന്ന ഒരു ലിപ് ബാമാണ് കേട്ടോ, ക്യൂൺ കളർ, അതിൻ്റെ ബീട്രൂട്ട് കളർ അങ്ങനെയെന്ന് പറയുന്നൊരു ലിപ് ബാമാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ലൊരു മോയ്സ്ചറൈസിങ് ആണ്, ലിപ്പൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് നല്ല എണ്ണ തേച്ചാണ് ഇന്ന് കുളിച്ചത്. ബിക്കോസ് 2-3 ദിവസമായിട്ട് എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ തിരിച്ച് വന്നിട്ട് ഞാൻ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ. തിരിച്ച് വന്നതിന് ശേഷമുള്ള ക്ലിപ്പുകളാണ് ഇതെല്ലാം. പിന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ മക്കൾ വന്ന് ട്യൂഷന് പോകാൻ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവർ ട്യൂഷന് വിട്ടു കേട്ടോ. ട്യൂഷന് വിട്ട് കഴിഞ്ഞപ്പോഴാണ് നിതീഷേൻ്റെ ഒരു പാഴ്സൽ വന്നത്, ആമസോണിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തുറന്ന് നോക്കാം. ഏട്ടൻ എൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ്സാണ് കേട്ടോ വന്നത്, സ്പെക്ക്. ഏട്ടനിങ്ങനെ കൊല്ലം വരെ പോകുന്നത് കൊണ്ട് ഇങ്ങനെ പൊടിയൊക്കെ കണ്ടടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നത് ഒരു ഡാർക്ക്, നമുക്ക് നൈറ്റിലൊക്കെ ഈ തിരിച്ച് വരുന്ന സമയത്തൊക്കെ ഭയങ്കര പാടാണിത് ഗ്ലാസ്. അപ്പോൾ പൊടിയൊക്കെ പെട്ടെന്ന് കയറും. ഇപ്പം ഹൈവേയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ ഒരു യെല്ലോ ഇഷ് ഗ്ലാസ്സാണ് കേട്ടോ, യെല്ലോ ഗ്ലാസ്സാണ് കേട്ടോ ഇത്, യെല്ലോ. പക്ഷേ രസമുണ്ട്. നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നിതീഷിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയോ പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് മറന്നുപോയി. അപ്പോൾ പിന്നെ പുതിയൊരെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. പക്ഷേ ഭയങ്കര രസമുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലേ ഉണ്ട്, പക്ഷേ അത് നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏട്ടൻ എപ്പോഴും ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിലൂടെ പോകുമ്പം എന്തായാലും സ്പെക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല രസമുണ്ട് കാരണം ഇത് നൈറ്റിൽ യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പട്ടിഷമായിരിക്കുമല്ലോ, കുറച്ച് ക്വാളിറ്റി ചെക്കിങ്ങൊക്കെ ഞാൻ നടത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.